ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. നോട്രേഡാം കത്തീഡ്രൽ, അങ്ങനെ നോട്രേഡാം കത്തീഡ്രൽ വീണ്ടും തുറന്നു. അതായത് 2019 ഒരു തീപിടുത്തത്തിൽ ഇത് നശിച്ചിരുന്നു. അപ്പോൾ 5 വർഷത്തെ പുനർനിർമ്മാണത്തിന് ശേഷം വീണ്ടും ഡിസംബർ 8 നോട്രേഡാം കത്തീഡ്രൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ആ ചടങ്ങിൽ ലോക നേതാക്കൾ, അതായത് വിവിധ ലോക നേതാക്കൾ പങ്കെടുത്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം. അടുത്ത മാസമാണ് ട്രംപ് പ്രസിഡന്റായിട്ട് പദവിയേൽക്കാൻ പോകുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടക്കം, അതോടൊപ്പം ഉക്രൈൻ പ്രസിഡന്റ്, അങ്ങനെ നിരവധി ലോക നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നോട്രേഡാം കത്തീഡ്രൽ എന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. പാരീസിൽ സെയിൻ നദിയുടെ തീരത്താണ്. അതായത് സെയിൻ നദിയിലെ ഒരു ദ്വീപാണ് അവിടെയാണ് ഈ നോട്രേഡാം കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. നോട്രേഡാം എന്ന വാക്കിൻ്റെ അർത്ഥം അവർ ലേഡി ഓഫ് പാരീസ്, അതായത് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ കത്തീഡ്രൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കത്തീഡ്രലിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഇത് പണിതത്, അല്ലെങ്കിൽ ഇതിന് തറക്കല്ലിട്ടത് 1161 ഇതിന് തറക്കല്ലിട്ടത് 1161. പണി പൂർത്തിയാക്കിയത് 1345 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് 1182 ഉയർന്ന ബലിപീഠം സ്ഥാപിച്ചു. 1345 പണി പൂർത്തിയാക്കി. പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിലും പണികൾ, അല്ലെങ്കിൽ തുടർ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു തുടർന്നുള്ള വർഷങ്ങളിലും. അങ്ങനെ 2019 ആയപ്പോഴേക്കും ഇത് തീപിടുത്തത്തിൽ നശിക്കുകയായിരുന്നു. പിന്നീട് 2024 വീണ്ടും ഇത് പുനർനിർമ്മിച്ച് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നോട്രേഡാം കത്തീഡ്രൽ എന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് ക്രിസ്തുവിനെ കുരിശിൽ തറച്ചപ്പോൾ തലയിൽ ധരിച്ചിരുന്ന മുൾക്കിരീടം, അതോടൊപ്പം കുരിശിൽ തറച്ച ആണി, അതോടൊപ്പം നഖം, അതോടൊപ്പം ഒരു കഷണം ആണി, അതോടൊപ്പം നഖം എന്നിവയെല്ലാം ഇവിടെ ഉണ്ട്. അതോടൊപ്പം കുരിശിൻ്റെ ഒരു ഭാഗവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ, ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് സന്ദർശിക്കാൻ വരുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം 12 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ സന്ദർശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെയും ഇപ്പോഴും വർഷത്തിൽ ലക്ഷത്തിലധികം ഓരോ വർഷം, അല്ലെങ്കിൽ ഓരോ വർഷത്തെ കണക്കെടുക്കുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് സന്ദർശിക്കാൻ എത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ആ മുൾക്കിരീടം, അതോടൊപ്പം കുരിശിൽ നിന്ന് ലഭിച്ച ആണി, അതോടൊപ്പം നഖം, അതോടൊപ്പം കുരിശിൽ നിന്ന് ലഭിച്ച ആണി, നഖം, അതോടൊപ്പം കുരിശിൻ്റെ ഒരു ഭാഗം എന്നിവയെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ ഇവിടേക്ക് കാണുവാനായിട്ട് എത്തുന്നത്. അങ്ങനെ ഒരു ലോകത്തിലെ തന്നെ ഒരു വിശ്വപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ നോട്രേഡാം കത്തീഡ്രൽ എന്നത്. പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ കത്തീഡ്രൽ സ്ഥാപിച്ചിരിക്കുന്നത്. വർഷത്തിൽ നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന സെയിൻ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കത്തീഡ്രലാണ് നോട്രേഡാം കത്തീഡ്രൽ എന്നത്. കത്തീഡ്രൽ വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.